ഹയർ സെക്കൻഡറി പരീക്ഷ പടിവാതിൽക്കൽ എത്തി നിൽക്കെ അധ്യാപകർക്ക് സംഘടനാ യോഗത്തിൽ പങ്കെടുക്കാൻ 2 ദിവസം ശമ്പളത്തോടെ അനുമതി. ഹയർ സെക്കൻഡറി അക്കാഡമിക് വിഭാഗമാണ് അവധി അനുവദിച്ചത്. കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടനയായ HSSTA സംസ്ഥാന വാർഷിക യോഗത്തിൽ പങ്കെടുക്കാനാണ് പ്രിൻസിപ്പലിനും ജൂനിയർ അധ്യാപകർക്കും ഉൾപ്പെടെ അവധി അനുവദിച്ചത്. സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ്, ഈ ഹയർ സെക്കൻഡറി പരീക്ഷ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ. ഈ ഒരു ഘട്ടത്തിൽ വിദ്യാർത്ഥികളെല്ലാം അത്രത്തോളം പിരിമുറുക്കത്തിലായിരിക്കും. ഇനിയും പോർഷൻസ് തീരാനുണ്ടാകും. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കെയാണ് 2 ദിവസം ശമ്പളത്തോടുകൂടി ഇത്തരത്തിൽ സമരത്തിൽ പങ്കെടുക്കാനായി അനുമതി നൽകിയിരിക്കുന്നത്. മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, ഇപ്പോൾ ഹയർ സെക്കൻഡറി പരീക്ഷ പടിവാതിക്കലെത്തി നിൽക്കുന്നു. ഈ പറഞ്ഞതുപോലെ തന്നെ ഏറെ പാഠ്യഭാഗങ്ങൾ ഇനിയും പഠിപ്പിച്ച് തീർക്കാനുണ്ട്. റിവിഷൻ അടക്കം നടത്തണം. മോഡൽ എക്സാമിൻ്റെ സമയമായിരിക്കുന്നു. ഈ ഒരു സമയത്താണ് ഹയർ സെക്കൻഡറി അധ്യാപക സംഘടന, അതും കോൺഗ്രസ് അനുകൂല ഹയർ സെക്കൻഡറി അധ്യാപക സംഘടനയായ HSTTA ഇത്തരത്തിലൊരു സമ്മേളനം സംഘടിപ്പിക്കാൻ തീരുമാനിക്കുന്നത്. ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് 2 ദിവസം അത് ശമ്പളത്തോടു കൂടിയുള്ള അവധി അനുവദിച്ചിരിക്കുന്നത്. ആ ശമ്പളം എന്ന് പറയുമ്പോൾ സാധാരണ ഒരു ഹയർ സെക്കൻഡറി അധ്യാപകന് തന്നെ ഇപ്പോൾ പ്രതിദിനം 4000 രൂപയോളം ശമ്പളം ലഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ അവധി പ്രഖ്യാപിക്കുന്നത്. അത് എത്രത്തോളം 1000-ലധികം അധ്യാപകർക്കാണ് ഈ ആനുകൂല്യം കിട്ടുന്നത്. അത് പ്രിൻസിപ്പൽ മുതൽ ജൂനിയർ അധ്യാപകർക്ക് വരെയാണ് ഇത്തരത്തിൽ അനുമതി നൽകിയത്. ഇത് അക്കാഡമിക്കൽ ജോയിൻറ്റ് ഡയറക്ടറാണ് ഇത്തരത്തിൽ അനുമതി നൽകിയിരിക്കുന്നത്. ഇത് ഔദ്യോഗിക സംഘടനകൾക്ക് ഇങ്ങനെ നൽകാമെന്നതാണ് ഇതിന് പറയുന്ന ന്യായീകരണം. എന്നാൽ ഈ സമ്മേളനം തന്നെ നമുക്ക് ഏപ്രിൽ മെയ് മാസങ്ങളിലും നടത്താവുന്നതാണ്. എന്നാൽ അങ്ങനെ സംഘടിപ്പിക്കാതെ ഈ പരീക്ഷയോട് തൊട്ട് അടുത്ത് തന്നെയുള്ള തീയതികളിൽ ഇത്തരത്തിൽ സമ്മേളനം നടക്കുന്നു. CPI അനുകൂല അധ്യാപക സംഘടനയുടെയും സമ്മേളനം കഴിഞ്ഞ ദിവസമാണ് സംഘടിപ്പിച്ചത്. ഈ രീതിയിൽ അധ്യാപക സംഘടനകൾ നടത്തുമ്പോൾ അത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ അത് ഈ പോർഷൻ തീരാനുള്ള സ്കൂളുകളിലടക്കം പ്രതികൂലമായി ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതിൽ അധികമായി പറയേണ്ടത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ സാമ്പത്തിക ബാധ്യതയായി മാറുന്നു. ആ ഒരു സാഹചര്യം അത് സർക്കാരോ ഒന്നും തന്നെ കണക്കാക്കുന്നുമില്ല. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 2 ദിവസം ഇത്രയും കൂട്ടത്തോടെ അധ്യാപകർ അവധിയിൽ പോകുമ്പോൾ 2 ദിവസവും അവധി നൽകിയതുപോലെ തന്നെ അതിന് സമാനമായ ഒരു സാഹചര്യവും ഉണ്ടാകുന്നു. ഇതേ സാഹചര്യത്തിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ സാമ്പത്തിക നഷ്ടവും ഉണ്ടാക്കുന്നതാണ് ഈ തീരുമാനം. ഇത് വർഷങ്ങളായി തുടരുന്നു എന്നതാണ് ചിലർ പറയുന്ന ന്യായീകരണം. എന്നാൽ അത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് ബാക്കി ചിലവ് ചുരുക്കലും ബാക്കി പലവിധ പരിഷ്കാരങ്ങൾ സർക്കാർ നടപ്പാക്കുമ്പോൾ തന്നെ ഇത്തരം അധ്യാപക സംഘടനകളെ, അതും പ്രതിപക്ഷ പാർട്ടിയുടെ അധ്യാപക സംഘടനയ്ക്ക് തന്നെ ഇങ്ങനെ നൽകുമ്പോൾ നമുക്ക് സ്വാഭാവികമായും വ്യക്തമാവുന്നതാണ് ഭരണപക്ഷത്തുള്ള അല്ലെങ്കിൽ ഇടതനുകൂല അധ്യാപക സംഘടനകൾക്ക് എത്രത്തോളം പ്രീണിപ്പിക്കുന്ന സമീപനം സർക്കാർ സ്വീകരിക്കുമെന്നുള്ളത്. ഇതൊരു തെറ്റായ കീഴ്വഴക്കമാണ് എന്നത് തന്നെയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നതും. ദേവിക. ശരി സുധീഷ്.